നമസ്കാരം. എല്ലാവർക്കും ശ്രീ കൃഷ്ണകൃപ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പതിവിൽ നിന്നും വ്യത്യസ്തമായ ഒരു വിഷയമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ കേട്ട് കാണും, നമ്മൾ സാധാരണ വിശ്വാസികൾ ആശ്രയിക്കുന്ന ചില ശാസ്ത്രങ്ങളുണ്ട്. അതായത് ലക്ഷണശാസ്ത്രം, തൊടുകുറി ശാസ്ത്രം, നിമിത്തശാസ്ത്രം എന്നിങ്ങനെയൊക്കെ കേട്ട് കാണുമല്ലോ. അതിൽ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ 3 പൂക്കളുടെ പടങ്ങളാണ് ഞാൻ അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ആ 3 പടങ്ങളിൽ ഏതാണ് നിങ്ങളുടെ മനസ്സിൽ ആകർഷണീയമായിട്ട് തോന്നുന്നത്, അത് ഒരു നിമിഷം ഒന്ന് മനസ്സുറപ്പിച്ച് അതിനകത്തോട്ടൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് അതിലേതാണ് നിങ്ങളുടെ മനസ്സിനെ ആകർഷിക്കുന്നതെന്ന് നോക്കുക. എന്നിട്ട് ആ പൂവിൻ്റെ മുമ്പിലുള്ള നമ്പർ സെലക്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ആദ്യത്തെ കാര്യം. അത് ചെയ്ത് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അതിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറയാം. ഈ 1-ാം നമ്പർ താമരപ്പൂ, അതായത് വെള്ള കളറിലുള്ള പൂ സെലക്ട് ചെയ്തവർ തീർച്ചയായിട്ടും സമാധാനം ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും. അവരുടെ ജീവിതത്തിലുടനീളം സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. ഒപ്പം തന്നെ മറ്റുള്ളവർക്ക് പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ഒരു കാര്യം ഏൽപ്പിച്ചു കൊടുക്കാവുന്ന തരത്തിലുള്ള ആൾക്കാരായിരിക്കും. ഏതൊരു കാര്യത്തിലും 100% ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഇവർ. ഇനി നിങ്ങളുടെ മനസ്സിൽ ഇപ്പം ചിന്തിക്കുന്നത് എന്താണ്? ഒരു പക്ഷേ നിങ്ങൾ ഏതെങ്കിലും ആഗ്രഹിച്ച ഒരു കാര്യം സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ, അതിൽ ഈ വെള്ളപ്പൂവ് തിരഞ്ഞെടുത്തവർക്ക് കിട്ടുന്ന മറുപടി ഇതാണ്: കാര്യം കൃത്യമായി നടന്നിരിക്കും, പക്ഷേ അതിന് ഒരല്പം കാലതാമസം ഉണ്ടായേക്കും. അപ്പോൾ ആ കാലതാമസം എന്ന് പറയുന്നത് അധികം വരില്ല എങ്കിലും, സാധാരണ നമ്മൾ പെട്ടെന്ന് നടക്കുമെന്ന് വിശ്വസിക്കുന്ന കാര്യമാണെങ്കിൽ കൂടി അതിന് ഒരല്പം കാലതാമസമുണ്ടാകും. തീർച്ചയായും നടക്കും, നടക്കാതിരിക്കത്തില്ല, നടക്കും. പക്ഷേ ഒരല്പം കാലതാമസം ഉണ്ടാകും. ഇതാണ് 1-ാമത്തെ പൂ തിരഞ്ഞെടുത്തവർക്കുള്ള ഫലം. ഇനി 2-ാമത്തെ പൂവായ ചുവന്ന താമരപ്പൂ സെലക്ട് ചെയ്തവർക്കുള്ള ഫലമാണ് പറയുന്നത്. അതിനു മുമ്പ് നിങ്ങളുടെ ക്യാരക്ടറിനെ കുറിച്ചൊരു സൂചന തരാം. തീർച്ചയായിട്ടും ഊർജ്ജസ്വലരായ വ്യക്തികളായിരിക്കും നിങ്ങൾ. മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ മറ്റുള്ളവരുടെ ആകർഷണം നേടിയെടുക്കാൻ കഴിയുന്നത്ര ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നവരായിരിക്കും നിങ്ങൾ. എന്ത് കാര്യവും ധൃതി പിടിച്ച് ചെയ്യുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് ഉണ്ട്. എങ്കിൽ പോലും ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കൃത്യതയുള്ളതായിരിക്കും. ഇനി നിങ്ങളിപ്പം മനസ്സിലാഗ്രഹിക്കുന്ന ഏതോ ഒരു കാര്യം, അത് വളരെ പെട്ടെന്ന് തന്നെ നടക്കും. ആ ആഗ്രഹ സാഫല്യത്തിന് ഇനി അധിക ദിവസം വേണ്ടി വരില്ല. മനസ്സിൽ ഉറപ്പിച്ചോളൂ, എത്രയും പെട്ടെന്ന് നടക്കും. അതിനുള്ള ലക്ഷണങ്ങളും നിങ്ങൾക്ക് കണ്ടു തുടങ്ങും. എങ്കിലും ഒരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു: ധൃതി പിടിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും ഒന്നുകൂടി ശ്രദ്ധിച്ച് ചെയ്യുക. എന്ത് കാര്യവും 2 വട്ടം ചിന്തിച്ച ശേഷം മാത്രം ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ സ്വതവേ വളരെ പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞത്. ഇനി പറയാൻ പോകുന്നത് 3-ാമത്തെ നീല കളറുള്ള താമര സെലക്ട് ചെയ്തവരുടെ ഫലമാണ്. ഇത്തരക്കാർ തികച്ചും മറ്റുള്ളവരിൽ നിന്ന് ഒഴിഞ്ഞു മാറി അന്തർമുഖരായിട്ട് ജീവിക്കുന്നവരായിരിക്കും. മറ്റുള്ളവരോട് ഇടപഴകാനും അവരുമായിട്ട് സ്വന്തം വിഷമങ്ങൾ പങ്കുവയ്ക്കുവാനും താല്പര്യമില്ലാത്തവരായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും സ്വയം കൈകാര്യം ചെയ്യുകയും അതിൻ്റെ ഫലമായുണ്ടാകുന്ന എല്ലാ മാനസിക പിരിമുറുക്കങ്ങളും സ്വയം അനുഭവിച്ച് തീർക്കുകയും ചെയ്യുന്നവരാണ്. മനസ്സിൽ കൊണ്ടു നടക്കുന്ന തീവ്രമായ പല ആഗ്രഹങ്ങളും ആരോടും പറയാറില്ല. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരാഗ്രഹമുണ്ട്. ആ കാര്യത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യം നടക്കാൻ ബുദ്ധിമുട്ടാണ്. നടക്കില്ല എന്നല്ല, നടക്കും. പക്ഷേ വളരെ കാലതാമസം വേണ്ടി വരും. ഒരുപാട് തടസ്സങ്ങളുണ്ടാകും. അതുമാത്രമല്ല,
ശത്രുക്കളിൽ നിന്നുള്ള പല വിധത്തിലുള്ള ഉപദ്രവങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പൂവ് സെലക്ട് ചെയ്ത ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുന്ന ഒന്നാണ്, നിങ്ങൾ എന്താണോ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് അത് സാധിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈശ്വര ഭജനം മുടക്കാതിരിക്കുക, ചെയ്യാവുന്നത്ര വഴിപാടുകൾ ചെയ്യുക, ഗണപതി ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. എത്ര വലിയ തടസ്സങ്ങളുണ്ടായാലും നിങ്ങളുടെ പ്രാർത്ഥനയാണ് നിങ്ങളെ ആ ആപത്തുകളിൽ നിന്ന് മുന്നിലേക്ക് നയിക്കുക. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈശ്വര വിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കുക. കഴിയുന്നത്ര നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങളെ പൂർണ്ണമായിട്ടും ആരാധിക്കുക, പൂർണ്ണമായും മനസ്സർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇത്രയേ ഉള്ളൂ പരിഹാര മാർഗം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. നന്ദി, നമസ്കാരം.